സന്തോഷം. അപ്പോൾ ശ്രീമതി മീനാക്ഷി എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. ശ്രീമതി മീനാക്ഷി കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ശ്രീമതി മീനാക്ഷി എത്ര ലോട്ടറി എടുത്തു? ഞാൻ 2 എടുത്തിരുന്നു. 2 അടിക്കുമെന്നാണോ പ്രതീക്ഷിച്ചത്? പ്രതീക്ഷിച്ചിരുന്നു, പ്രാർത്ഥിച്ചായിരുന്നു. പ്രാർത്ഥിച്ചു. ഏത് ദൈവത്തോടാ പ്രാർത്ഥിച്ചത്? കൃഷ്ണനോട്. അത് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചു. പൂജാ റൂമില് കൃഷ്ണന്റെ അരികെ കൊണ്ട് വെക്കും എല്ലാ വർഷവും എടുത്തിട്ട്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് കൊണ്ട് കൊടുത്തു, ലോട്ടറി എന്നെ അടിപ്പിക്കണേന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? കൃഷ്ണൻ ആ ചെവിയെ കേട്ടു, ഈ ചെവിയെ കളഞ്ഞു. കൃഷ്ണൻ കള്ളകൃഷ്ണൻ ഒരു ചെവിയെ കേട്ടു, മറു ചെവിയെ കളഞ്ഞു. അത് അയ്യോ. അപ്പോൾ 2 ടിക്കറ്റും അടിച്ചില്ല, ഒരു പൈസയും കിട്ടിയില്ല? ഇല്ല, അത് 27-ാം തീയതി റിസൾട്ട് ഡേറ്റ് മാറ്റി വെച്ചല്ലോ. അപ്പൊ പിന്നെ ഒന്നുകൂടി എടുത്തു. അതെയോ? അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഈ ബമ്പർ മാത്രമല്ല, അല്ലാത്ത ടിക്കറ്റ് ഞാൻ എടുക്കാറുണ്ട്. അപ്പൊ ഇതുവരെ ലോട്ടറി അടിച്ചിട്ടുണ്ടോ മീനാക്ഷിക്ക്? 5000 ഒക്കെ അടിച്ചിട്ടുണ്ട്, 500. അപ്പൊ ഭാഗ്യം അങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ട് അല്ലേ? ഞാൻ വിചാരിക്കും ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ PSC എഴുതിയിട്ട് ജോലി കിട്ടുന്നില്ല, UP എഴുതിയിട്ട് കിട്ടുന്നില്ല, LP ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിക്കും എനിക്ക് ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ പൈസ കൊടുത്തിട്ടെങ്കിലും കയറാമല്ലോ. എന്റെ അമ്മേ. അപ്പൊ ജോലിയാണ് ലക്ഷ്യം, ജോലി കിട്ടാത്തതിന്റെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള. പക്ഷെ ഇപ്പൊ മീനാക്ഷിക്ക് അതിപ്പോ ഇത് ഏജ് ഓവർ ഒന്നും ആയിട്ടില്ലല്ലോ, സമയം ആകുന്നല്ലേ ഉള്ളൂ എഴുതാൻ. ഏജ് ഓവർ ആയില്ല, പക്ഷെ എന്റെ സിസ്റ്ററിനും ബ്രദറിനും ഒക്കെ ജോലിയായി PSC എഴുതിയിട്ട്. അപ്പൊ അവരൊക്കെ നമ്മളെ കാണുമ്പോ നമ്മളോട് പറയും മന്ദബുദ്ധി, മരമണ്ടി, നീ പഠിക്കില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ ആ വിഷമത്തിലാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു ലോട്ടറി എടുത്താൽ ലോട്ടറി കൊടുത്ത് ഒരു സ്കൂളിൽ ജോലി വാങ്ങിച്ച സ്വന്തം കാറിൽ അവരുടെ മുന്നിലൂടെ ഒന്ന് വിലസാം എന്ന് കരുതിയതാണ് അല്ലേ? ഒന്നുമില്ലെങ്കിൽ ഹസ്ബൻഡ് മുമ്പിലെങ്കിലും നമുക്കൊന്ന് പോസ് കാണിക്കാമല്ലോ. അപ്പൊ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? അധ്യാപകനാണോ? അദ്ദേഹം കൺസ്ട്രക്ഷൻ വർക്കാണ്. കൺസ്ട്രക്ഷൻ ജീവനക്കാരനാണ്. പുറത്തായിരുന്നു, വന്നു. ഇപ്പൊ വന്നിട്ട് പുറത്തെന്ന് പറഞ്ഞാൽ ഗൾഫിലായിരുന്നു? അതെ അതെ. അപ്പൊ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, പ്രവാസിയാണ്. അതുമല്ല, എവിടെ PSC എക്സാം ഒക്കെ ഉണ്ടെങ്കിലും പുള്ളിക്കാരനും കുഞ്ഞുങ്ങളും കൂടെ എന്റെ അപ്പൊ എഴുതിയിട്ട് വരുമ്പോൾ ചോദിക്കും ഇപ്രാവശ്യം എങ്കിലും കിട്ടുമോ, ജയിക്കുമോന്നൊക്കെ. അപ്പൊ എല്ലാവരും ഒരു ജോലി കിട്ടാത്തതിൽ മീനാക്ഷിയോട് ഒരു ഇത് പോരാ, ഒരു വെയിറ്റ് പോരാ, എല്ലാവരും ഒന്ന് ഒരു അധകൃതയെ പോലെയാണ് കാണുന്നത് അല്ലേ? അങ്ങനെ കാണില്ല. പക്ഷെ എന്നാലും ഒരു ബുദ്ധി പോരാ, ഈ കുട്ടി പഠിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെയുണ്ടോ? അല്ല, നമ്മള് പൊതുവെ ഞാന് കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞു, അങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഒരുപാട് കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ട് ആക്ച്വലി എനിക്ക് പറ്റിയത് എന്താണെന്നറിയോ സാറേ? എനിക്കിപ്പോ ഇത് കേൾക്കുന്ന ആയിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി കിട്ടി. അപ്പൊ എന്റെ മനസ്സിൽ വന്നൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കിട്ടിയല്ലോ, ഇനി മുന്നോട്ട് പോകാൻ ഇത് മതി എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. എന്റെ ഉഴപ്പായിരുന്നു അത്. പക്ഷെ അങ്ങനെ പാടില്ലായിരുന്നു. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്ത് ഞാൻ ബുദ്ധി പ്രയോഗിച്ച് പഠിക്കേണ്ടതായിരുന്നു ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി. ഞാൻ തന്നെ എന്റെ ടൈം വേസ്റ്റ് ചെയ്തതാ. കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ സാറേ? എനിക്ക് സ്വയം മടിയുണ്ട്, പക്ഷെ ഞാനത് മറച്ചു വെച്ചിട്ട് കുഞ്ഞുങ്ങളെ നോക്കണം, എനിക്ക് പോകാൻ പറ്റില്ല, ഇതൊക്കെ ചെറിയ ചെറിയ എക്സ്ക്യൂസുകൾ വെച്ചിട്ട് അത് വലുതാക്കി പെരുപ്പിച്ചു. ഞാൻ തന്നെ എന്റെ ഭാവി കളിച്ചു. കുഞ്ഞുങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? മോളിപ്പോ 3ാം സ്റ്റാൻഡേർഡിലായി, മോനെ 6ാം ക്ലാസ്സിലായി. അപ്പോൾ 2 കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളാണ്. മീനാക്ഷി പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, അമ്മയ്ക്ക് കുഞ്ഞിന്റെ കാര്യം നോക്കാൻ കുറച്ച് സമയം വേണം. എങ്കിലും മീനാക്ഷി നൽകുന്ന ആ സന്ദേശം വളരെ വലുതാണ്. കാരണം നമ്മൾ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രയത്നം നടത്തണം എന്നാണ് കേരളത്തിലെ സ്ത്രീകളോട് മീനാക്ഷി തന്റെ സ്വന്തം അനുഭവം. നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി പെൺകുട്ടിയിലും ആൺകുട്ടിയിലും അത്യാവശ്യമാണ്. അതൊരു സ്വർഗ തുല്യമായ ജീവിതമാണെന്നാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ശമ്പളം മേടിക്കുക, അതുകൊണ്ട് ഒരു ചെറിയ സോപ്പെങ്കിലും മേടിച്ച് നമുക്ക് നമ്മുടെ വസ്ത്രങ്ങൾ കഴുകാൻ പറ്റുക, അതൊക്കെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതൊരു നല്ലൊരു അഭിപ്രായമാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ സ്ത്രീകളൊക്കെ അത് കേൾക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്. പിന്നീട് വിവാഹമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ വർക്കൊക്കെ വേറെ ലെവലായിരിക്കും. കാരണം കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ മൈൻഡ് മാറും, ആ ശബ്ദം എല്ലാം പോകും. പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിക്കുക, ജോലി വാങ്ങിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, പിന്നെ മറ്റു കാര്യങ്ങൾ രണ്ടാമത് ആലോചിച്ചാൽ മതി. ആദ്യം ജോലിയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ല വിവാഹബന്ധം കിട്ടും. എല്ലാം ഭാവി സൂപ്പർ ആവണമെങ്കിൽ ജോലി ജോലിക്ക് വേണ്ടി ശ്രമിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഭർത്താവിന്റെ പേരെന്താ മീനാക്ഷി? കേൾക്കുന്നുണ്ടോ? അദ്ദേഹം കേൾക്കില്ല, അദ്ദേഹം പുറത്താണ്. അപ്പൊ ഏതായാലും ഭർത്താവിന്റെ പേരെന്താന്ന് പറഞ്ഞ്? അനിൽ. അപ്പൊ അനിലിനും മീനാക്ഷിക്കും ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് ലോട്ടറിയും പ്രതീക്ഷിക്കാം. അപ്പൊ ഒരു കഠിനാധ്വാനവും മറുവശത്ത് ജോലി കിട്ടാനായി നടത്താം അല്ലേ? ഓക്കെ, താങ്ക് യു മീനാക്ഷി. അപ്പോൾ മീനാക്ഷി ജോലി കിട്ടാൻ വേണ്ടിയാണ്
അപ്പോൾ ജോലി ഇപ്പോൾ സ്വകാര്യ ഏതെങ്കിലും സ്കൂളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലൊക്കെ ജോലി കിട്ടാൻ വേണ്ടിയൊക്കെ ഈ പണം ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാകുക എന്നതാണ് എന്ന് മീനാക്ഷി പറയുമ്പോൾ അത് ഒരു വലിയ അളവ് വരെ അതൊരു സത്യസന്ധമായ ഒരു കാര്യവുമാണ്. അപ്പോൾ എൻ്റെ അടുത്ത പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് നമ്മുടെ സന്തോഷാണ്, കാസർഗോഡ് നിന്ന്. സന്തോഷേ എളരിക്കുണ്ടിൽ നിന്നാണോ അതോ തൃക്കരിപ്പൂരിൽ നിന്നാണോ അതോ ചെറുവത്തൂരിൽ നിന്നാണോ? ചെറുവത്തൂർ സന്തോഷാണ്. അപ്പോൾ സന്തോഷം ലോട്ടറി എടുത്തിരുന്നു? എടുത്തിരുന്നു. എന്നിട്ടോ? ഒരു 1.5 മാസം മുമ്പ് എടുത്തു. നമുക്ക് സ്വപ്നം കാണാലോ സാറേ. നേരത്തെ എടുത്ത് തലേനെ അടിയിൽ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ സ്വപ്നം കാണാം. കുറെ എസ്റ്റേറ്റുകൾ മേടിക്കാം, പല രാജ്യങ്ങളിലും പോവാം. അപ്പൊ സ്വപ്നം കാണാൻ 500 രൂപയെ ചെലവുള്ളൂ, സ്വപ്നത്തിൽ രാജാവാകാം. 500 രൂപ ചെലവുള്ളൂ, നമുക്ക് വിദേശ രാജ്യങ്ങളിൽ വരെ പോവാം സ്വപ്നം കണ്ട്. ഈ ഒരു 1.5 മാസം നമുക്ക് ആദ്യം തന്നെ ചിന്തിക്കാം. ഈ ഇന്നത്തെ ദിവസം 4-ാം തീയതി 2 മണിക്ക് ശേഷം നമുക്ക് അടിക്കേണ്ട ആവശ്യമുള്ളൂ. 1.5 മാസം ടെൻഷൻ വേണ്ട. ശരി. അപ്പൊ അത് അടിക്കാത്തതിൽ നിരാശയുണ്ടോ? ഒരു നിരാശയില്ല. ഇത് നമുക്കുള്ളത് സാറ്, നമുക്കുള്ളതാണെങ്കിൽ ഒന്നെടുത്താൽ വരും. അപ്പൊ നമുക്കിനി അടുത്ത പൂജാ ബമ്പറോ എന്തെങ്കിലും നോക്കാം അല്ലേ? അല്ല, നമുക്ക് ഇനി 10-15 എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ ഒരു ലോട്ടറി എടുത്ത ഭാഗ്യം ഉണ്ടോ അത് വരും. പിന്നെ ഈ നാക്ക് പൊന്നാട്ടെ എന്നൊന്നും അതൊന്നും പറഞ്ഞ് അംഗീകരിച്ചേക്കല്ലേ. പോറ്റി കണ്ടാ വെട്ടിയെടുത്തോണ്ട് പോകും. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ രവീന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നത് കൊടുവള്ളിയിൽ നിന്നാണ്. രവീന്ദ്രൻ കേൾക്കാമോ? ഓക്കെ, തിരുപ്പൂരിൽ നിന്ന് എന്നോടൊപ്പം രാജൻ ചേരുന്നുണ്ട് കേട്ടോ. ശ്രീ രാജൻ തിരുപ്പൂരിൽ നിന്നാണ് വിളിക്കുന്നല്ലേ? ശ്രീ രാജൻ. അതെ ഏട്ടാ. അപ്പൊ രാജൻ തിരുപ്പൂരിൽ സ്ഥിരതാമസമാക്കിയോ അതോ വന്ന് നാട്ടിലുള്ള പാലക്കാടുകാരനോ മറ്റോ ആണോ? അല്ല, നാളെ വല്ലപ്പോഴൊക്കെ അമ്പലത്തിലൊക്കെ വരുന്നവരാ. ഞങ്ങള് പാലക്കാട്ടില്. എവിടെയാ പാലക്കാട് വീട്? അല്ല, പാലക്കാട്ടില് ഞങ്ങള് മീൻകൊത്തി അമ്പലത്തിൽ വരുന്നവര്. അത് ശരി. തിരുപ്പൂരുകാരനാണല്ലേ? ശ്രീ രാജൻ തിരുപ്പൂരുകാരനാണ് അതോ മലയാളിയാണോ? മലയാളിയാണ്. അത് ഇടുക്കിയില്ല. ഇടുക്കി. ഇടുക്കിയിൽ നിന്ന് തിരുപ്പൂര് വന്ന് ഇവിടെ താമസിക്കാൻ തുടങ്ങി. തിരുപ്പൂര്. ഇവിടെ തിരുപ്പൂരില് താമസിക്കുക. എന്താണ് അവിടെ വേല? എന്താണ് ജോലി? എന്താണ് അവിടെ? ബനിയൻ കമ്പനിയിലെ. ബനിയൻ കമ്പനി. തിരുപ്പൂര് ധാരാളം ബനിയൻ കമ്പനി ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇഷ്ടംപോലെ ബനിയനൊക്കെ കിട്ടും അല്ലേ രാജന്? അതെ അതെ. എക്സ്പോർട്ട് ക്വാളിറ്റി ബനിയൻ ആണ് അവിടെ ധാരാളം ഉള്ളത്. അപ്പൊ അതൊക്കെ ഇഷ്ടമാണ് നടക്കുന്നത് അല്ലേ? അപ്പൊ ലോട്ടറി എടുത്തോ ശ്രീ രാജൻ? ഞങ്ങള് എടുത്തായിരുന്നു. ഞങ്ങള് ഇപ്പോ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് മീൻകൊത്തി അമ്പലം, അവിടെ ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടെ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങിയ വേളയിൽ ഒരു ലോട്ടറി എടുത്തു അല്ലേ? ഒരു ലോട്ടറി വാങ്ങിച്ചായിരുന്നു. എന്നിട്ടോ? അത് ഫസ്റ്റ് പ്രൈസ് ഒന്നും വീണില്ല. മറ്റേ പ്രൈസ് ഒന്നും നോക്കില്ല. മറ്റേ സെക്കൻഡ് പ്രൈസോ ഒന്നും നോക്കില്ല ഇതുവരെ. ഏതായാലും ഫസ്റ്റ് പ്രൈസ് ഇല്ല. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ ഫസ്റ്റ് പ്രൈസ് ഇല്ലെന്നേ ഉള്ളൂ. അതെ അതെ അതെ, അതൊന്നും വീണില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളപ്പിള എടുക്കുന്നുണ്ട്. പാലക്കാട്, വാളയാറ് അവിടെയൊക്കെ വന്ന് എടുക്കുന്നുണ്ട് ലോട്ടറിയൊക്കെ. ഓഹോ, അപ്പൊ രാജൻ ഒരു വലിയ പ്രതീക്ഷയിലാണ്. ഒരു ദിവസം ലോട്ടറി അടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അടിച്ചാൽ എന്ത് ചെയ്യും? ഒരു ബനിയൻ കമ്പനി തുടങ്ങും? എന്താ ചെയ്യാ? അങ്ങനെയല്ല, നമ്മുടെ കുടുംബത്തില് എന്ത് ആവശ്യമുണ്ടോ അത് നമ്മൾ കാര്യം നടത്തി കൊടുക്കും. പിന്നെ ഞങ്ങള് ക്ഷേത്രത്തിലൊക്കെ കുറച്ച് പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തു കൊടുക്കണം. പിന്നെ കുടുംബാംഗങ്ങളെയൊക്കെ സഹായിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. വീടൊക്കെ ഉണ്ടോ അതോ വീട് വാങ്ങിക്കണോ? വീടുണ്ട്. വീട് വാങ്ങിക്കണ്ട. വീടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് മേടിക്കാനില്ല. പിന്നെ എന്താണ് പേര്? അപ്പൊ വീടുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ജോലിയുണ്ട്. ഇനിയിപ്പോ ലോട്ടറിയുടെ ആവശ്യം എന്താണ് അപ്പൊ രാജൻ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് അടിക്കൂന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തില്ല. അതിലും നമ്മളും ഒന്ന് പങ്കെടുക്കുക. ഭാഗ്യം കിട്ടിയാ കിട്ടട്ടെ അല്ലേ? അതെ അതെ, നമ്മൾ എല്ലാരും കൂടെ എടുക്കുന്ന നമ്മള് ഇതുവരെ 50 രൂപ ടിക്കറ്റും 200 രൂപ 100 രൂപ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് 500ഉം 2000, 5000 ഒക്കെ അടിച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൊ സ്ഥിരമായി ലോട്ടറി അടിക്കുന്ന ആളാണ് രാജൻ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. നമ്മള് ഏതായാലും കേരളം മറക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ കേരളത്തിൽ ഇടക്കിടക്ക് പോവും, അമ്പലങ്ങളിൽ പോവും, ഇറങ്ങുന്ന സമയത്ത് ലോട്ടറി എടുക്കും. 2000, 3000, 5000 ഒക്കെ അടിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാൻ കൈവിട്ടിട്ടില്ല അല്ലേ?